പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കേരള സിലബസിലാണ് പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്നതെങ്കിലും നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് CBSE സ്കൂളുകളിലും പ്ലസ് 1 പ്ലസ് 2 ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതേ NCERT ടെക്സ്റ്റ് ബുക്കാണ് SCERTയും പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ചാപ്റ്ററുകളുടെ ഓർഡറിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ 10ാമത്തെ പാഠമെന്ന് NCERT പറയുന്ന ചാപ്റ്റർ ആയിരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് സ്റ്റേറ്റ് സിലബസിൽ 11ാമത്തെ പാഠമോ 9ാമത്തെ പാഠമോ ആയിട്ട് മാറും. അതായത് ചാപ്റ്റർ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആ PDF ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഫസ്റ്റത്തെ തന്നെ എടുക്കുക. ലോഡായിട്ടില്ലെങ്കിൽ റീലോഡ് കൊടുക്കുക. അപ്പോൾ എന്തായാലും ലോഡായിട്ട് വരും. അതിൽ സെലക്ട് ക്ലാസ് എന്ന് കാണാം. അതിൽ നമ്മൾ പ്ലസ് 1 ആണെങ്കിൽ പ്ലസ് 1, പ്ലസ് 2 ആണെങ്കിൽ പ്ലസ് 2 ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. എല്ലാ സബ്ജക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ മാത്സ് ആണെങ്കിൽ മാത്സ് എടുക്കുക. 2 വട്ടം മാത്സ് എന്ന് സെലക്ട് ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെ ഗോ എന്ന് കൊടുക്കുമ്പോൾ അവിടെ കാണാം ചാപ്റ്റർ 1 തൊട്ട് ചാപ്റ്റർ 14 വരെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടെസ്റ്റ് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ 1 എന്നുള്ളതിൽ ഒന്നും കൂടി തൊട്ടാൽ റീഫ്രഷ് ആവുന്നത് പോലെയാണ് കാണാൻ കഴിയുക. റീഫ്രഷ് ആയി വന്നതിന് ശേഷം ഒന്നുകൂടി താഴത്തേക്ക് നോക്കിയാൽ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ഓപ്പൺ എന്നുള്ളിടത്ത് പ്രസ് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ മാത്സിലെ പ്ലസ് 1 ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ശേഷം മുകളിലുള്ള 3 ഡോട്ട്സിൽ ഞെക്കിയാൽ ഡൗൺലോഡിൻ്റെ ഐക്കൺ കാണാം. ആ ഐക്കണിൽ ഞെക്കിയാൽ ആ ഫയൽ PDF ആയിട്ട് ഡൗൺലോഡ് ആവും. നമുക്ക് നേരെ നമ്മുടെ ഫയൽസിലൊന്ന് കയറി വെക്കാം. ഫയൽസിൽ കയറി വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ കാണാവുന്നതാണ്. ഏറ്റവും മുകളിൽ KEMH101 എന്ന് കാണാം. അതാണ് നമ്മുടെ 1ാം പാഠത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഈ രീതിയിൽ നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കെമിസ്ട്രി വേണമെങ്കിൽ കെമിസ്ട്രി എടുക്കാം, ഫിസിക്സ് വേണമെങ്കിൽ ഫിസിക്സ് എടുക്കാം, അക്കൗണ്ടൻസി വേണമെങ്കിൽ അങ്ങനെ ആവാം, ഇനി ഹിസ്റ്ററി വേണമെങ്കിൽ അങ്ങനെ ആവാം. ഇതുപോലെയാണ് നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. ഇപ്പോൾ പ്ലസ് 1 അഡ്മിഷൻ്റെ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ലാത്തവർ പെട്ടെന്ന് കൊടുക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ളത് കൊടുക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട്, ബന്ധുക്കൾ വീട്ടുകാരൊക്കെ പറയുന്നത് കേട്ട് സയൻസ് എടുക്കരുത്. നമ്മൾ ഇതുവരെ കണ്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളൊന്നുമല്ല പ്ലസ് 1 പ്ലസ് 2 സയൻസിൽ വരുന്നത്. അതൊക്കെ വേറെ ലെവൽ പരിപാടികളാണ്. അപ്പോൾ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തവർ ഒരിക്കലും സയൻസ് എടുക്കരുത് എന്നാണ് പണ്ട് സയൻസ് എടുത്ത് പട്ടുപോയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക. ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്